ഇത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരേപോലെ ഉത്തരവാദികളാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, LDF ഗവൺമെന്റ് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ആശാ വർക്കർമാർക്ക് നേരത്തെ 2005 രൂപീകൃതമായ ഈ സംവിധാനം ഇവർക്ക് നേരത്തെ മറ്റു തൊഴിലുകൾ എടുക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. ഇപ്പോൾ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അവർക്ക് മറ്റു തൊഴിലുകൾക്കൊന്നും പോകാൻ പാടില്ല, ഇത് മാത്രം ചെയ്യണം എന്നുള്ളതായത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റു തൊഴിൽ ചെയ്യാതായപ്പോൾ ഇവരുടെ കുടുംബം പുലർത്തുവാൻ ഏറ്റവും പാവപ്പെട്ടായിട്ടുള്ള ആളുകളാണ്, സ്ത്രീകളാണ് ഇത്തരം ജോലി ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ തുച്ഛമായ വേതനം കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണേണ്ടത്. അതിനുത്തരവാദി നിലവിലുള്ള LDF ഗവൺമെന്റ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഗോപിനാഥനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, താങ്കളൊരു തൊഴിലാളി യൂണിയന്റെ നേതാവായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ സമരത്തിനെതിരെ നിൽക്കുന്നത് എന്നുള്ളത് പലതവണ അഭിലാഷ് ചോദിച്ചിട്ടും താങ്കൾ അതിനൊരു മറുപടി പറയുന്നില്ല. സമരം നടത്തുന്നത്, നിങ്ങളും സമരം നടത്തിയെന്ന് പറയുന്നു, നിങ്ങൾ ആശാ വർക്കർമാർക്ക് വേണ്ടി സമരം നടത്തിയെന്ന് പറയുന്നു. ആ സമരം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തിപ്പോയി. ഇപ്പോഴെന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ആവശ്യം പറഞ്ഞ് നവംബർ മാസം മുതലുള്ള വേതനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഇൻസെന്റീവ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ്, ഓണറേറിയ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയോട് ഒരു വനിതാ മന്ത്രി പറയുന്നത്, ആരോഗ്യവകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞത്? ഇത് വെറുതെ നടത്തുന്ന സമരമാണ്, ഇത്തരത്തിലൊരു സമരം ഇത് അനുചിതമായ സമരമാണ് എന്നാണ് അവർ പറഞ്ഞത്. എത്ര ധാർഷ്ട്യത്തോടെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി, വനിതയായിരിക്കുന്ന ഒരു മന്ത്രി അവരോട് പ്രതികരിച്ചത്. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു സഹോദരി പറയുന്നത് ഞാൻ കേട്ടു, ഇതിനോടുള്ള പ്രതികരണം, ഈ സമരത്തിനോടുള്ള പ്രതികരണമാണ് ഇത് കൂടുതൽ രൂക്ഷമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാത്തത്? എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെന്റിന് തൽക്കാലം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അവർക്ക് തൽക്കാലം എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരോടൊരു ചർച്ച നടത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കാത്തത്? പകരം ചെയ്യുന്നത് എളമനം കരീമിനെ പോലെയുള്ള ഒരു നേതാവ്, CITUവിന്റെ നേതാവ് പറയുന്നത് എന്താണ്? മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഹരമായി എന്നാണ് പറയുന്നത്. ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ അവിടെ കഞ്ഞി വെച്ച് സമരം നടത്തുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹരമായി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ സമരം 17ാം ദിവസവും വീണ്ടും തുടർന്നുകൊണ്ട് പോകേണ്ടി വരുന്നത്. ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം, ഈ സമരത്തിനുള്ള എല്ലാ ഐക്യദാർഢ്യവും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KPCC ഇന്നലെ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സമരത്തിന് ഇവർക്ക് നീതിപൂർവം ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ സമരത്തിനോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നിങ്ങളുടെ ശ്രീ ഗോപിനാഥനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത് സമരം നടത്തുക എന്ന് പറയുന്നത് മൗലിക അവകാശമാണെന്നാണ് പറഞ്ഞത്. ആ മൗലിക അവകാശമുള്ളത് CPM-ന് മാത്രമാണോ, CITUവിന് മാത്രമാണോ? നിങ്ങൾ സമരം നടത്തുമ്പോൾ മാത്രമാണോ അത് മൗലിക അവകാശമായി മാറുന്നത്? വഴി തടഞ്ഞുകൊണ്ട്, ആളുകളുടെ സഞ്ചാരത്തിന് മുടക്കം വരുത്തിക്കൊണ്ട്, മാർഗതടസ്സം വരുത്തിക്കൊണ്ട് റോഡിൽ കസേരയിട്ട് സമരം ചെയ്തു. അതിനെ ചോദ്യം ചെയ്തതിന് കോടതിയോട് പറയുകയാണ് ജുഡീഷ്യറി ചെയ്തത് ശരിയല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ സമരം ചെയ്യുവാനുള്ള അവകാശം CPM-ന് ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇത്തരത്തിലുള്ള ആളുകളെ തല്ലി സമരം നടത്തുമ്പോൾ ആശുപത്രിയിൽ പോയ ഓട്ടോക്കാരനെ തല്ലിച്ചതച്ചുകൊണ്ട്, കാറ്റൂരി വിട്ടുകൊണ്ട്, അങ്ങനെ പല വിധത്തിൽ സമരം ചെയ്തുകൊണ്ട്, നിയമസഭയിൽ മേശയുടെ മുകളിൽ കയറി സമരം ചെയ്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് എല്ലാ സമരങ്ങളോടും അസഹിഷ്ണുത കാണിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഏത് സമരം ചെയ്താലും അവരെ ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ആശാ വർക്കർമാരുടെ സമരവും ഒരു പ്രത്യേകതരം സമരമാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. സാധാരണക്കാരുടെ സമരം കാണുമ്പോൾ എന്താണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ വിരളി പൂണ്ടുന്നത്? CITUവിനെയും CPM-നെയും സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സമരങ്ങൾ അവര് വഴി ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ നീതിപൂർവമായ ഒരു സമരം ആശാ വർക്കർമാർക്ക് വേണ്ടി ചെയ്യുവാൻ CITU തയ്യാറാകുന്നില്ല. ശ്രീ ഗോപിനാഥ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ ഭരണത്തിന്റെ വ്യക്തമാണ് ശ്രീമതി ദീപ്തി ആ നിലപാട്.